അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലേ പരിപ്പുവടയും കട്ടനാണ് കേട്ടോ. 400 ഗ്രാംസാണ് എടുത്തേക്കുന്നത്. ഞാൻ ഈ പരിപ്പ് ഞാൻ വെള്ളത്തിൽ നന്നായി കുതിർത്തിട്ട് വാര വെച്ചേക്കുന്നതാണ്. ഈ ഒരു കപ്പ് കൊണ്ട് 4 കപ്പോളമാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. പിന്നെ ഒരു 1/2 കപ്പോളം ബാലൻസും വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ വടയിലേക്കുള്ള ബാക്കി ഐറ്റംസ് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. ചെറുതായിരുന്നു, അതുകൊണ്ട് 2 എടുത്തു. വലുതാച്ചെങ്കിൽ 1 മതി. പിന്നെ ഇതാ 8ഓളം പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പില 3-4 വറ്റൽമുളക് ഇതാ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ സവാള ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, കറിവേപ്പില പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഞാൻ ക്രഷ് ചെയ്ത് നേരത്തെ മാറ്റി വെച്ച കടല പിന്നെ പെരിഞ്ചീരകം വറ്റൽമുളക് ഇതൊക്കെ നന്നായി മിക്സ് ആക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കേട്ടോ. ഇതേ നമ്മുടെ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ചേർക്കാതെ വേണം പരിപ്പ് അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് ഞാനിവിടെ ചെറിയ കുക്കർ എടുത്തേക്കുന്നത്. കുറച്ച് കുണ്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വട പൊരിച്ചെടുക്കാൻ സുഖമായിരിക്കും കേട്ടോ. ഇനി വട നന്നായി ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ട് എണ്ണ ആദ്യം നന്നായി ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയ ശേഷം അതിലേക്ക് വട ഇടുക. എന്നിട്ടൊരു 5-10 സെക്കൻഡിന് ശേഷം ഫ്ലെയിം ലോ ആക്കിയിടുക. എന്നിട്ട് ആ ചൂടിൽ വട മൊരിയിച്ചെടുക്കുക. അപ്പോൾ അതേ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാരണം നിങ്ങൾ കേട്ടോന്നറിയില്ല, പക്ഷേ ഈ വട നല്ല ക്രിസ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പരിപ്പോട ആയതുകൊണ്ട് കട്ടൻ നിർബന്ധമാണല്ലോ. പക്ഷേ ഇവിടെ 2 തരാണ്. ഒരാൾക്ക് പാൽ ചായ വേണം, ഒരാൾക്ക് കട്ടൻ ചായ വേണം. അതാണ് ഫേവറേറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.